ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് എക്സാമിനായിട്ടുള്ളൂ അല്ലേ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ എജൂസ് അക്കാഡമിയിൽ ഒരു മാരത്തൺ റിവിഷൻ കേട്ടോ, ഒരു മാരത്തൺ റിവിഷൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സോ അതിൽ കുറച്ച് സീറ്റ്സ് കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇൻ കേസ് അഡ്മിഷൻ എടുത്തില്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജി തന്നെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ആക്ച്വലി നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകൾ വരിക രാവിലെ ഒരു 5:30 സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഞാനായിരുന്നു ഫസ്റ്റ് ക്ലാസ് എടുത്തത്. സോ 5:30 മുതൽ രാത്രി ഒരു 9 മണി 10 മണി വരെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒരു 8 അവേഴ്സ്, മിനിമം ഒരു 8 to 10 അവേഴ്സ് വരെ ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് കൂടെ ഉണ്ട്. അപ്പോൾ ഈ മാരത്തൺ റിവിഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് ഫ്രീ ആയിട്ട് പല ക്വസ്റ്റ്യൻസ്, അതായത് പഴയ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക. അതുകൂടാതെ നമ്മുടെ മാരത്തൺ റിവിഷൻ വരിക ഈ 1 മുതൽ 14 വരെയാണ്. പിന്നെ 15, 16 വരുന്നത് ഒരു മെഗാ മാരത്തൺ റിവിഷൻ എന്നുള്ള നിലയിലാണ്. അതായത് കുറച്ചുകൂടെ വളരെ ഷോർട്ടായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ പോവുക. സോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നന്നായിട്ട് പഠിക്കുക. നമുക്കിന്ന് ആക്ച്വലി സോഷ്യോളജിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് പലരും ചോദിച്ചിരുന്നു അല്ലെ, സൈക്കോളജി സോഷ്യോളജി ഒക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സൈക്കോളജിയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. സോ ഇന്ന് നമ്മൾ സോഷ്യോളജി ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലെ, എന്താണ് സോഷ്യോളജി? സോഷ്യോളജി ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. നമ്മുടെ സമൂഹത്തിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുക, സോഷ്യോളജി എന്ന് പറയുക. അപ്പൊ സോഷ്യോളജിയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ട പേര് ആരുടെയാണ്? ഓഗസ്റ്റ് കോംറ്റെ അല്ലെ. ഓഗസ്റ്റ് കോംറ്റെയുടെ പേരാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. സോ ദ വേർഡ് സോഷ്യോളജി വാസ് കോയിൻഡ് ബൈ ഓഗസ്റ്റ് കോംറ്റെ ഇൻ 1838. 1838 ഓഗസ്റ്റ് കോംറ്റെ ആണ് സോഷ്യോളജി എന്ന വേർഡ് കോയിൻ ചെയ്യുന്നത്. കൂടാതെ ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്നതും ഓഗസ്റ്റ് കോംറ്റെ ആണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൾച്ചർ അല്ലെ. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസ്കാരം എന്ന് നമ്മൾ പറയും അല്ലെ. സോ കൾച്ചർ മീൻസ് ദ വേ ഓഫ് ലൈഫ് ഷെയർഡ് ബൈ എ ഗ്രൂപ്പ്. അതായത് ഒരു കൂട്ടം ആൾക്കാരെ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ലൈഫ്, അവർ ഏത് രീതിയിലാണോ ജീവിക്കുന്നത്, അതിനെയാണ് നമ്മൾ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുക. നെക്സ്റ്റ് നോംസ് മോർസ്. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു സംഗതിയാണ്. നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക മാനദണ്ഡങ്ങൾ. അതായത് കുറച്ചുകൂടെ മോറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നോം എന്ന് പറയുക. അതായത് സാമൂഹിക മാനദണ്ഡങ്ങൾ എന്ന് വെച്ചാൽ അത് സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സ്പെക്റ്റഡ് ബിഹേവിയർ. ഇപ്പൊ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ഒരു അലിഖിത നിയമമല്ല, അലിഖിതമായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയുക? നോംസ് എന്ന് പറയുക. അതേസമയം മോർ ആണെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞു അലിഖിത നിയമം എന്ന് പറയുന്നത്. സോ ആ സംഗതി, അതായത് നിയമമാണ് ഇവിടെ മോർ എന്ന് പറയുക. അതായത് നോമും മോറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ പറയല്ലേ, പിന്നെ സാമൂഹിക ആചാര നിയമങ്ങൾ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ആയിരിക്കണം ഒരു സമൂഹത്തിൽ നമ്മൾ ഇടപെടേണ്ടത് എന്ന് പറയാറുണ്ട്. സോ അതിനാണ് മോർ എന്ന് പറയുക. അതേസമയം നോംസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് നോംസ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സ്പെക്റ്റഡ് ബിഹേവിയർ, നമ്മൾ ഏത് രീതിയിലാണോ ഒരു സമൂഹത്തിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നത്, അതിനാണ് നമ്മൾ നോംസ് എന്ന് പറയുക. അതേസമയം മോർ എന്ന് പറഞ്ഞാൽ സാമൂഹിക ആചാര നിയമങ്ങൾ. ആർ നോംസ് കൺസിഡേർഡ് എസെൻഷ്യൽ ഫോർ ഗ്രൂപ്പ് വെൽഫെയർ. ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന കാര്യങ്ങളാണ് നമ്മൾ മോർ എന്ന് പറയുക. ഇമ്പോർട്ടന്റ് റൂൾസ് അബൌട്ട് റൈറ്റ് ആൻഡ് റോങ് ബിഹേവിയർ ഇൻ ദ സൊസൈറ്റി. അതായത് നമ്മൾ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ശരി ഏത് തെറ്റേത് എന്ന് പറയുന്ന നിയമങ്ങളെയാണ് അല്ലെങ്കിൽ അലിഖിത നിയമങ്ങളെയാണ് നമ്മൾ മോർ എന്ന് പറയുക. നെക്സ്റ്റ് അക്കൾച്ചറേഷൻ. അക്കൾച്ചറേഷൻ എന്താണ്? പ്രോസസ് ഓഫ് അഡോപ്റ്റിംഗ് ദ കൾച്ചറൽ ട്രേറ്റ്സ് ഓർ സോഷ്യൽ പാറ്റേൺസ് ഓഫ് അനദർ കൾച്ചർ ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഹാൻഡ് കോണ്ടാക്ട്. അതായത് ഇപ്പം നമ്മൾ സപ്പോസ് പിന്നെ നമ്മുടെ കേരളത്തിലെ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ സഹോദരങ്ങളും താമസിക്കുന്നുണ്ട് അല്ലേ. സോ അവരിവിടെ വന്നിട്ട് എന്താണ്, ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെ കൾച്ചറും ഒക്കെ ആയിട്ട് അഡോപ്റ്റ് ആയി പോകുന്നു അല്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകുന്നു. അതിനാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് അഡോപ്റ്റിംഗ് ദ കൾച്ചറൽ ട്രേറ്റ്സ് ഓർ സോഷ്യൽ പാറ്റേൺസ് ഓഫ് അനദർ കൾച്ചർ ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഹാൻഡ് കോണ്ടാക്ട്. അതായത് അവരിവിടെ വന്ന് ജീവിക്കുന്നു, ഇവിടെ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് മലയാളികളെയാണ്, മലയാളികളുടെ കൂടെ അവർ ജോലി ചെയ്യുന്നു, മലയാളികൾക്ക് വേണ്ടി അവർ ജോലി ചെയ്യുന്നു. അപ്പൊ ആക്ച്വലി പതിയെ എന്താണ്, അവർ ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഒന്ന് അഡോപ്റ്റ് ചെയ്തു പോകും അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോകും. അതിനാണ് നമ്മൾ അക്കൾച്ചറേഷൻ കേട്ടോ. അതിനാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് എന്താണ് അസിമിലേഷൻ എന്ന് പറയുക. അസിമിലേഷൻ എന്ന് വെച്ചാൽ പ്രോസസ് ബൈ വിച്ച് മൈനോറിറ്റി ഗ്രൂപ്പ് gradually adopts the customs and attitudes of the dominant culture
ആൻഡ് ബിക്കമിങ് ഫുള്ളി ഇന്റഗ്രേറ്റഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അവർ ഇവിടെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു, ഇപ്പം മുണ്ടുടക്കാനൊക്കെ പഠിച്ചു, മലയാളം കുറേശ്ശെ പറയാനൊക്കെ പഠിച്ചു. സോ അതിനാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുക. സോ അതിനേക്കാളും കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെപ്തിലുള്ള കാര്യത്തിനാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ പ്രോസസ് ബൈ വിച്ച് മൈനോറിറ്റി ഗ്രൂപ്പ് gradually adopts the customs and attitudes of the dominant culture and becoming fully integrated. അതായത് അവരിവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു തനി മലയാളിയായിട്ട് മാറുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുക? അസിമിലേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് എന്താണ് എൻകൾച്ചറേഷൻ എന്ന് പറയുക? ലേണിംഗ് വൺസ് ഓൺ കൾച്ചർ. അതായത് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്നാണ് ആദ്യത്തെ സംസ്കാരം ഒക്കെ പഠിക്കുക അല്ലെ. സോ അത് എന്താ, നമ്മുടെ തന്നെ സംസ്കാരം അവർ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ അതിന് നമ്മൾ എൻകൾച്ചറേഷൻ എന്ന് പറയും. നെക്സ്റ്റ് പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും നമുക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹാസ് ക്ലോസ് പേഴ്സണൽ റിലേഷൻഷിപ്സ്. എക്സാമ്പിൾ ഫാമിലി അല്ലെ, നമ്മളെ കുടുംബം അല്ലെ, നമ്മുടെ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രൈമറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. എന്ന് വെച്ചാൽ അവിടെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻസ് ആയിരിക്കും, വളരെ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻസ് ആയിരിക്കും അല്ലെ. നെക്സ്റ്റ് അതേസമയം സെക്കൻഡറി ഗ്രൂപ്പ് ആണെങ്കിലോ ലാർജ് ആണ്, കൂടാതെ ഇംപേഴ്സണൽ ആണ്. എക്സാമ്പിൾ നമ്മൾ വർക്ക് പ്ലേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ അത്ര പേഴ്സണൽ അല്ല അല്ലെ, കുറച്ചുകൂടെ ഇംപേഴ്സണൽ ആയിട്ടുള്ള ഒരു ലാർജ് ഗ്രൂപ്പിനാണ് നമ്മൾ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുക കേട്ടോ, സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുക. നെക്സ്റ്റ് ഫോംസ് ഓഫ് മാരേജ് ആണ്. അപ്പൊ എന്താണ് എൻഡോഗമി എന്ന് പറയുന്നത്? എൻഡോഗമി എന്ന് വെച്ചാൽ മാരേജ് വിത്തിൻ ദ ഗ്രൂപ്പ്, ഒരു സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നതിനാണ് നമ്മൾ എൻഡോഗമി എന്ന് പറയുക. അതേസമയം എക്സോഗമി എന്ന് പറഞ്ഞാൽ മാരേജ് ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ പുറത്തു നിന്ന് വിവാഹം കഴിക്കുന്നതിനെയാണ് നമ്മൾ എക്സോഗമി എന്ന് പറയുക. മോണോഗമി എന്താണ്? മാരേജ് ടു വൺ പേഴ്സൺ അറ്റ് എ ടൈം, ഒരു സമയത്ത് ഒരു ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പാർട്ട്ണറെ ഉണ്ടാവുള്ളൂ, അതിനാണ് നമ്മൾ മോണോഗമി എന്ന് പറയുക. നെക്സ്റ്റ് പോളിഗമി ആണെങ്കിലോ ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ സ്പൗസസ് അല്ലെ. അതേസമയം പോളി ആൻഡ്രി എന്ന് പറഞ്ഞാലോ പോളി മീൻസ് മൾട്ടിപ്പിൾ അല്ലെ, ആൻഡ്രി എന്ന് വെച്ചാൽ എന്താണ്? മെയിൽ. അപ്പം ഒരു സ്ത്രീക്ക് ഒരേ സമയം മൾട്ടിപ്പിൾ ഹസ്ബൻഡ്സ് ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? നമ്മളതിനെ പോളി ആൻഡ്രി എന്ന് പറയുന്നു. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ക്ലാനും ട്രൈബും ആണ് കേട്ടോ. ക്ലാനും ട്രൈബും. എന്താണ് ക്ലാൻ എന്ന് പറയുന്നത്? ആക്ച്വലി ക്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ മലയാളം ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ക്ലാൻ എന്ന് പറഞ്ഞാൽ കുലം ആണ്. എന്താണ് കുലം? യൂണി ലീനിയൽ ഡിസെന്റ് ഗ്രൂപ്പ് ക്ലെയിമിങ് എ കോമൺ ആൻസിസ്റ്റർ. അതായത് അവർക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു മുൻഗാമി ഉണ്ടാകും. ഇപ്പം പറയാറുണ്ടല്ലേ എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ എന്നൊക്കെ പറയാറുണ്ട്. സോ അങ്ങനെ അവരുടെ ആ ഒരു ഫാമിലി ഗ്രൂപ്പിൽ വരുന്നതിനാണ് നമ്മൾ ക്ലാൻ എന്ന് പറയുക. ട്രൈബ് എന്ന് പറഞ്ഞാലോ നമ്മൾ ഗോത്രവർഗം അല്ലെങ്കിൽ ഗോത്രം എന്ന് പറയും അല്ലെ. ഗ്രൂപ്പ് വിത്ത് ഇറ്റ്സ് ഓൺ കൾച്ചർ ആൻഡ് ടെറിട്ടറി. അതായത് അവർക്ക് അവരുടേതായ സംസ്കാരം ഉണ്ടാകും, അതുകൂടാതെ തന്നെ അവരുടേതായിട്ടുള്ള ഒരു ഫിസിക്കൽ ടെറിട്ടറി, അവർ ഒരുമിച്ചായിരിക്കും, ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും താമസിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുക? ട്രൈബ് എന്ന് പറയുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എത്നോസെൻട്രിസം. എന്താണ് എത്നോസെൻട്രിസം എന്ന് പറയുക? ബിലീഫ് ഇൻ ദ സുപ്പീരിയോറിറ്റി ഓഫ് വൺസ് ഓൺ കൾച്ചർ. അതായത് ഒരാളുടെ കൾച്ചറാണ് ഏറ്റവും വലുത് എന്ന് അല്ലെങ്കിൽ ഏറ്റവും സുപ്പീരിയർ എന്ന് ചിന്തിക്കുന്നതിനാണ് നമ്മൾ എത്നോസെൻട്രിസം എന്ന് പറയുക. എന്താണ് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുക? മീൻസ് ഇവാലുവേറ്റിംഗ് കൾച്ചർ ബൈ ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ്സ്. അതായത് ഇപ്പൊ ഞാനൊരു സംസ്കാരം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന് ഞാനൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ സ്റ്റാൻഡേർഡുമായിട്ട് എൻ്റെ സംസ്കാരത്തെ ഞാൻ താരതമ്യം ചെയ്യുന്നതിനാണ് നമ്മൾ കൾച്ചറൽ റിലേറ്റിവിസം കേട്ടോ, കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുക. നെക്സ്റ്റ് മോബ്. നമുക്കറിയുന്ന ഒരു വേർഡ് ആണല്ലേ മോബ് എന്ന് പറഞ്ഞാൽ. എന്താണ് മോബ്? പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടം എന്ന് നമ്മൾ പറയും അല്ലേ. സോ ഒരു വയലന്റ് ആയിട്ടുള്ള ഇമോഷണലി ചാർജ്ഡ് ക്രൗഡിനെയാണ് നമ്മൾ മോബ് എന്ന് പറയുക. അതായത് എന്തും സംഭവിക്കാം. ഒരു മോബ് ആണെന്ന് പറഞ്ഞാൽ അവർ ഏത് രീതിയിൽ വേണമെങ്കിലും റിയാക്ട് ചെയ്യല്ലേ, അവരാണ് നമ്മൾ മോബ് എന്ന് പറയുക. എന്താണ് കൾച്ചർ എന്ന് പറയുക? ഓക്കേഴ്സ് വെൻ നോൺ മെറ്റീരിയൽ കൾച്ചർ ലാക്സ് ബിഹൈൻഡ് മെറ്റീരിയൽ കൾച്ചർ. അതായത് ഒരു മെറ്റീരിയൽ കൾച്ചറിന്റെ ഒരുപാട് പിന്നാലെ നോൺ മെറ്റീരിയൽ കൾച്ചർ ലാഗ് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുക? കൾച്ചർ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. സോ ആക്ച്വലി മൊബൈൽ ഫോണിന്റെ ഒരു ഇറ തന്നെയാണ് ഇപ്പം അല്ലെ, ടെക്നോളജിക്കലി ഇന്നോവേഷൻ ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. സോ പക്ഷേ അതിൽ പല കാര്യങ്ങളിലും നമ്മൾ ഇപ്പോഴും പിറകിലാണ്. അതായത് ഒരു സൈബർ സെക്യൂരിറ്റി എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് പലർക്കും അറിയില്ല. ഡേറ്റ പ്രൈവസി എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് നമുക്ക് പലർക്കും അറിയില്ല. സോ ഇതാണ് ആക്ച്വലി എന്താ കൾച്ചറൽ ലാഗ് എന്ന് പറയുക. നെക്സ്റ്റ് ടേം ആന്ത്രപ്പോളജി. എന്താണ് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ഹ്യൂമൻസ് ആൻഡ് ദിയർ കൾച്ചേഴ്സ് അല്ലെ. മനുഷ്യ സമൂഹത്തിനെ കുറിച്ചും അവരുടെ സംസ്കാരത്തെ കുറിച്ചും പഠിക്കുന്ന പഠന ശാഖയാണ് നമ്മൾ എന്ത് പറയുക? ആന്ത്രപ്പോളജി കേട്ടോ, ആന്ത്രപ്പോളജി എന്ന് പറയുക. സോ നമ്മൾ സോഷ്യോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതുപോലുള്ള ഡിസ്കഷൻ വേണം ഏതെങ്കിലും ടോപ്പിക്സിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഡിസ്കഷൻ വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മാരത്തൺ ബാച്ച് നടക്കുന്നുണ്ട്. അപ്പം അതിൽ അഡ്മിഷൻ എടുക്കുന്ന താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.